ഓം ശാന്തി. ഇന്ന് സ്വയം അവനവനെ പരിശോധിക്കാനുള്ള ഒരു ദിവസമാണ്. നമ്മൾ ബുദ്ധിശാലികളാണോ അതോ വിവേകശാലികളാണോ? നമുക്ക് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കാം. ഈ ചോദ്യം ഞാൻ പറയും മുന്നേ തന്നെ നിങ്ങളോട് ആദ്യം പറയുകയാണ്. ഇതൊരിക്കലും മറ്റൊരാളെ അളക്കാനോ മറ്റൊരാളെ താരതമ്യം ചെയ്യാനോ നിങ്ങൾ ബുദ്ധിമാനാണ് വിവേകശാലിയാണ് എന്ന് ലേബൽ ചെയ്യാനോ വേണ്ടിയല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞിരുന്നത്. ഇത് തുടങ്ങും മുന്നേ പറയുകയാണ്, ഇത് കേൾക്കുമ്പോൾ ഉറപ്പിച്ച മനസ്സോടെ കേൾക്കണം. ഇത് എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എനിക്ക് മറ്റൊരാളെയും പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ പരിശോധിക്കുകയും എനിക്ക് സർട്ടിഫിക്കറ്റ് തരും, എന്നിൽ വേണമെങ്കിൽ തിരുത്തു കൊണ്ടുവരാനും വേണ്ടി എനിക്ക് എന്നെ നോക്കാനുള്ള കണ്ണാടിയാണിത് എന്ന ദൃഢനിശ്ചയത്തോടെ വേണം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ കാണാനായിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു മഹാൻ രഹസ്യമാണ്. ഈ രഹസ്യം മനസ്സിലാക്കിയാൽ ബന്ധങ്ങളെ സുഖകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടുള്ളവരായി മാറും. നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിലെ ആളുകൾ നമ്മളോട് സ്നേഹവും അനുകമ്പയുള്ളവരായിട്ട് മാറും. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി, എല്ലാവരാലും ആദരണീയരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വേണ്ട ആ മഹാൻ കലയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നല്ലേ? എന്താണ് ബുദ്ധിയും വിവേകവും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം? ലോകത്ത് ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട്. പക്ഷേ വിവേകത്തിലേക്ക് ബുദ്ധിയെ പരിവർത്തനപ്പെടുത്താത്തത് കൊണ്ട്, അഥവാ ബുദ്ധിയിൽ നിന്ന് റെക്കോർഡിംഗ് നന്നായി കൊടുത്തിട്ടുണ്ട്, ബുദ്ധി നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിനെ തിരിച്ചെടുക്കേണ്ടത് ഏത് വിധത്തിലാണ് എന്ന രഹസ്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് പല ബുദ്ധിശാലികളായിട്ടുള്ള ആളുകളും പലപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതായിട്ടും ആരും അവർക്ക് കൂട്ടു നിൽക്കാത്തതായിട്ടും ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും അവരെ ഒഴിവാക്കാൻ ആളുകൾ പരിശ്രമിക്കുന്നതായിട്ടും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രഹസ്യം നിങ്ങൾ സ്വന്തമാക്കിയിരിക്കണം കേട്ടോ. ബുദ്ധിശക്തി അത് ഈശ്വരൻ നമുക്ക് തരുന്നതായിരിക്കുന്ന വരദാനം തന്നെയാണ്. എല്ലാവരുടെയും ബുദ്ധി, മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഈ മൂന്നും എല്ലാ മനുഷ്യന്മാർക്കും ഭഗവാൻ വരദാനമായി നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ ബുദ്ധിയും ഒരുപോലെ പ്രവർത്തിക്കാറില്ല. നമ്മുടെ ജന്മജന്മാന്തരത്തിൻ്റെ കർമ്മഫലമായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയതായിട്ടുള്ള പല സ്മൃതികളും അതിൻ്റെ ഘടകങ്ങളായിട്ട് മാറാറുണ്ട്. പല സംസ്കാരങ്ങളും അതിൻ്റെ ഭാഗഭാക്കുകളാവാറുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും വിശേഷ ബുദ്ധി അത് ഭഗവാൻ തന്നിട്ടുള്ളത് തന്നെയാണ്. ചിലരുടെ ബുദ്ധി വളരെ ഷാർപ്പാണ്, തീക്ഷ്ണമായ ബുദ്ധിയാണ്. ചിലർക്ക് അത്രയും തീക്ഷ്ണമായ ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വിവേകം ആ ബുദ്ധിശാലികളെക്കാൾ നന്നായി പ്രവർത്തിക്കുന്നതായിരിക്കും. എന്താണ് വ്യത്യാസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ മുന്നെന്താണ് പിന്നെന്താണ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ നോളജ് കൊണ്ട് അവർക്ക് ഒരു കാര്യം, അവർ പഠിച്ച കാര്യം, അറിഞ്ഞ കാര്യം, അഥവാ ഒരു കാര്യം കാണുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള അഭിപ്രായത്തിന്, ആശയത്തിന് അവർക്ക് എത്ര വേണമെങ്കിലും വാദിച്ച് തെളിയിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ ആ വാദിച്ച് തെളിയിക്കുന്നതോട് കൂടിയിട്ട് കുറേ പേരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുകയേ ചെയ്യൂ. അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി ഒരു ഷാർപ്പായിരിക്കുന്ന സ്വാഡ്, ഷാർപ്പ് സ്വാഡ് എന്നാണ് പറയുന്നത്. ദേവിമാരുടെ കയ്യിലും കാണിക്കുന്നത് കാണാം ഷാർപ്പായിരിക്കുന്ന വാള്. ആ ജ്ഞാനം, ആ അറിവ് വിവേകമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവരെ ദേവൻ അഥവാ ദേവി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ബുദ്ധിശാലികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കാണും. അവരുടെ അറിവിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി എത്ര തന്നെ വാദവിവാദം നടത്താനും അവർ തയ്യാറാവും. പക്ഷേ അത്തരം വാദവിവാദങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഷാർപ്പായിരിക്കുന്നൊരു വാളാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ, വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് വിസ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വിസ്ഡമുള്ള ആളും ബുദ്ധിയുള്ള ആളും, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്റ്റേഷനിൽ എല്ലാ ദിവസവും ട്രെയിൻ എത്തുന്ന സമയത്ത് 25 മിനിറ്റ്, 35 മിനിറ്റ്, 45 മിനിറ്റ് വൈകിട്ടാണ് ട്രെയിൻ വരുന്നതെങ്കിൽ 1-2 മാസമായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളാണ്. അയാൾ എന്നും കാണുന്നുണ്ട് ആ ട്രെയിൻ 25 അല്ലെങ്കിൽ 30, 35, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനിൽ അയാൾക്ക് അതേ ട്രെയിനിൽ അതേ സമയത്ത് പോകാനുള്ളതായിരിക്കുന്ന ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് അയാൾ. ഒരു ബുദ്ധിശാലിയാണെങ്കിൽ പറയും എന്തായാലും ട്രെയിൻ വൈകിട്ടേ വരുന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം വേറെ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയും. പക്ഷേ വിവേകശാലിയായിരിക്കുന്ന ആൾ പറയും
കാര്യം ശരിയാണ്, എന്നും ആ ട്രെയിൻ വൈകിട്ടാണ് വരിക. പക്ഷേ ഇന്ന് നേരത്തെ വന്നു പോയാൽ എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് ആ ട്രെയിൻ മിസ്സാകരുത്. അതുകൊണ്ട് ടൈമിന് എത്തുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. വൈകി വന്നെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അത് നേരത്തെ വന്ന സമയത്ത് പോവാലോ എന്ന് ചിന്തിക്കും. ഇതാണ് വിവേകവും ബുദ്ധിയും തമ്മിലുള്ളതായിരിക്കുന്ന തിരിച്ചറിയാനുള്ള സിംപ്ലസ്റ്റ് ആയിരിക്കുന്ന ഒരു എക്സാമ്പിൾ. അതുപോലെ എപ്പോഴൊക്കെയാണോ തൻ്റെ വായിലെ വാക്കുകളുടെ ഷാർപ്പ്നെസ് കൊണ്ട് നിങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം, നിങ്ങളുടെ കുറവ് ഇതാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ്, ഇങ്ങനെ ബുദ്ധിശാലികളായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ കുറവുകളെ മുന്നിൽ നിരത്തിക്കൊണ്ട് അവരുടെ ഉള്ളിൽ ഹീനഭാവന ജനിപ്പിക്കുകയാണ് ചെയ്യുക. അതോടെ അവരുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യം പോലും ആർക്കും ഇല്ലാതാവുകയാണ് ചെയ്യുക. അതേസമയം വിവേകശാലികളാണെങ്കിൽ അവരുടെ ഗുണങ്ങളെ കണ്ടുകൊണ്ട് സാരല്ല, ഇതൊക്കെ സാരല്ല, ഇതൊക്കെ നമുക്ക് മാറ്റാം, ഇതിനൊക്കെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, എന്താ മാറ്റാൻ പറ്റാത്തതുള്ളത്, ഇതൊക്കെ സാരല്ല, കുറവുകളൊക്കെ ഉണ്ട്, കുറവില്ലാത്തത് ആരാളേ, നമുക്ക് മാറ്റാലോ, ഒന്നിച്ച് പോവാലോ, ഈ രീതിയിൽ തൻ്റെ മോട്ടിവേഷനിലൂടെ മറ്റുള്ളവരെ കൂടെ നിർത്താനുള്ളതായിരിക്കുന്ന ശക്തി, അത് നമ്മൾ വിവേകം എന്ന് പറയും. അറിവിൽ നിന്ന് തന്നെയാണ് വിവേകം ഉണ്ടാവുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മന്ദബുദ്ധിയാവെന്നല്ല, ഒരാളുടെ കുറവ് കാണുന്ന സമയത്ത് കാണില്ലെന്നല്ല, കാണും, അറിയും. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ധാരണ ചെയ്യാതെ അവരുടെ ആ കുറവിനെ നികത്താൻ വേണ്ടതായിരിക്കുന്ന സപ്പോർട്ട് എന്താണോ ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ഹീനഭാവനയ്ക്ക് പകരം രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒരാളുടെ കുറവ് നിങ്ങൾ മോശമുള്ള ആളാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ അതോടെ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് താഴുന്നു, അവർക്ക് സ്വയം മുന്നോട്ട് പോകാനുള്ള ശക്തി കുറയുന്നു. അതേസമയം നിങ്ങൾക്ക് ഇത്രയുണ്ടല്ലോ, ഇത്രയ്ക്ക് മാറാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കുറവിനെ ഇല്ലാതാക്കാം. രണ്ടാമത്തെ ഭാഗം അവരുടെ സെൽഫ് റെസ്പെക്റ്റ്, ആത്മവിശ്വാസം, അത് വർദ്ധിക്കും. അവരെന്നും നിങ്ങളുടെ കൂടെയുള്ളവരായിരിക്കും. ആദ്യ ഭാഗം അവരുടെ ആത്മധൈര്യത്തിന് ചോർത്തിക്കളയും, മനോഭാവനയുടെ സ്ഥിതി മോശമാക്കും, അവരുടെ ആത്മവിശ്വാസം കുറയും, അവർ നിങ്ങളെ വിട്ട് വരെ എവിടേക്കെങ്കിലും ആശ്രയം തേടി പോയിക്കളയും. അതുകൊണ്ട് മുറിക്കാനേ നമ്മുടെ ഇൻ്റലക്റ്റ് സഹായിക്കൂ. അതേസമയം അത് വിവേകമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുള്ളതായിരിക്കുന്ന ഘടകമായിട്ട് പ്രവർത്തിക്കും. ബുദ്ധിശാലികളായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ അറിവിന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതായിട്ടുള്ള ത്വര കൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കാനോ അറിയാനോ അവർ തയ്യാറാവില്ല. അവരുടേതായിട്ടുള്ള കാര്യത്തെ എല്ലാവരുടെ മുന്നിലും എക്സ്പ്രസ് ചെയ്യാനുള്ള തിരക്കായിരിക്കും. അതേസമയം വിവേകശാലികളായിട്ടുള്ള മനുഷ്യന്മാർ അവർ പറഞ്ഞ് മുഖം രക്ഷിച്ചോട്ടെ, അവരെ രക്ഷപ്പെട്ടോട്ടെ, പക്ഷേ സത്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാലോ, വിഷമിക്കേണ്ട. സത്യം സമയം വരുമ്പോൾ തെളിയുന്ന ഒന്നാണ്, അതിനാർക്കും തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നതായിരിക്കുന്ന നിശ്ചിന്ത മനോഭാവമുള്ളവരായിരിക്കും വിവേകശാലികളായിരിക്കുന്ന വ്യക്തികൾ. ആ അഹങ്കാരികളായിരിക്കുന്ന അഥവാ ഇൻ്റലിജൻ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ബുദ്ധി അഹങ്കാരത്തിലേക്ക് വളരെ വേഗം കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മത്തിൽ ഇതൊക്കെ എനിക്കറിയാം എന്ന ഒരു ഭാവം വരുന്നതോടുകൂടി കിണറ്റിൽ തവളയെപ്പോലെ അവർക്കറിയുന്ന ലോകം എല്ലാമായി എന്ന വിചാരത്തിലിരിക്കും. അതേസമയം വിവേകശാലികൾ ഈ അറിവിൻ്റെ ലോകത്തിൽ ഒരു തുള്ളി മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ, ഇനി കടൽ ബാക്കി കിടക്കുകയാണ് എന്ന ബോധം വിവേകശാലികളായിട്ടുള്ള മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴാണോ ബുദ്ധി തീക്ഷ്ണമായിട്ടുള്ള ആളുകൾ അവർ ഞാനെല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് കിണറ്റിലെ തവളയാവുമ്പോൾ ഇവർ പറയും, ആ വലിയ കടലിൽ ഒരു ബിന്ദു ഞാൻ, ആ ബിന്ദുവിന് എന്തറിയാൻ, ഇനി ഈ കടൽ മുഴുവൻ സ്വന്തമാക്കാൻ ഒരു ജന്മം എനിക്ക് പോരല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആ ബിന്ദു മാധുര്യമുള്ളതായിരിക്കും, ആർക്കും പങ്കുവെക്കാൻ വിധം കഴിക്കുമ്പോൾ സുഖപ്രദമായിരിക്കും. അതേസമയം ഞാൻ എല്ലാമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ പകർന്നു കൊടുക്കുന്നത് ശരിയായ കാര്യമാണെങ്കിൽ പോലും അതിനെ കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ മറ്റുള്ളവർക്ക് സാധിക്കാത്ത വിധം അവരുടെ മനോഭാവം പരിവർത്തനമായി പോകും. ഒരാൾ ബുദ്ധിശാലിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയുടെ തീക്ഷ്ണത അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു കാര്യത്തിന് ഒരാളെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. അങ്ങനെ തീക്ഷ്ണമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അതിൻ്റെ ഓവറായിരിക്കുന്ന ആഴത്തിൽ പോയി അതിന് ഡീപ്പായിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കയ്പുള്ള അനുഭവങ്ങളെ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും ആ കയ്പുള്ള അനുഭവങ്ങളുടെ ആധാരത്തിൽ അവർ മറ്റുള്ളവരെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും, ഡിസിഷൻ എടുക്കും. ഇനി ഇവരുമായി ഒരിക്കലും എനിക്ക് ബന്ധമില്ല, ഇനി ഇവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്ന പ്രശ്നേ ഇല്ല, ഇനി ഈ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ നിരവധി വേണ്ടാത്ത പ്രതിജ്ഞകളുടെ ഭാരം കൊണ്ട് നടക്കേണ്ടി വരും ബുദ്ധിശാലികളായിരിക്കുന്ന ആളുകൾക്ക്. അതേസമയം വിവേകശാലികളാണെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും അവർക്ക് പറ്റും. സാരല്ല,
പോയത് പോട്ടെ, അതങ്ങ് വിട്ടേക്ക്, നമ്മളത് മനസ്സിലെടുക്കണ്ട. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് അവർ ക്രിയേറ്റ് ചെയ്യും. സ്വന്തം മനസ്സിൽ നെഗറ്റിവിറ്റീനെ ധാരണ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കില്ല. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ഇമോഷൻ വളരെ വീക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് വീക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഒരു പല പ്രതിജ്ഞ എടുക്കും. ആ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും. അതേസമയം വിവേകശാലികളാണെങ്കിൽ അശാന്തമായ മനസ്സിൽ നിന്നൊരു തീരുമാനം എടുക്കില്ല, മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ തീരുമാനങ്ങളെടുക്കും. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എന്നും അവരുടെ ജീവിതത്തിൽ സഹായിയായിട്ട് മാറുകയുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിശക്തി കൊണ്ട് കോളേജിലെ ഡിഗ്രികൾ ഒരുപാട് നേടാം. കോളേജിൽ നിന്ന് ഡിഗ്രി നേടിയവർ മാത്രമാണ് ഈ ലോകത്തിൽ വിജയികൾ എന്നില്ല. നമുക്കറിയാം അംബാനി, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡിഗ്രികളൊന്നും വാരി കൂട്ടിയിട്ടില്ല, പക്ഷേ തൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ ഒരുപാട് വാരി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാക്മ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഡിഗ്രികളൊന്നും നേടിയിട്ടില്ല, പക്ഷേ ഒരുപാട് വിജയങ്ങൾ തൻ്റെ ജീവിതത്തിൽ വാരി കൂട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം അറിയുന്ന ആപ്പിളിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓണറായിരിക്കുന്ന സ്റ്റീവ് ജോബ്, അദ്ദേഹം അതെ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ കോളേജ് ഡിഗ്രി നേടിയതല്ല, പക്ഷെ തൻ്റെ വിവേകം കൊണ്ട്, തൻ്റെ ജ്ഞാനത്തിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരിൽ ഒരാൾ അറിയപ്പെടുന്ന ആളാണ്. സ്പിരിച്വലി അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിൽ നോക്കിയാൽ, കലാരംഗങ്ങളിൽ നോക്കിയാൽ ഒരുപാട് ആളുകൾ അവരാരും തന്നെ കോളേജ് ഡിഗ്രികൾ കൊണ്ടായതല്ല, പക്ഷേ അവരുടെ വിവേകം കൊണ്ട് നേടിയതാണ്. രാമാനുജൻ, നമുക്കെല്ലാവർക്കും അറിയാം, ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം കോളേജ് ഡിഗ്രി കൊണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടതല്ല, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ. അങ്ങനെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾസിന് ദിവസവും കണ്ണുകൊണ്ട് കണ്ട് ഈ കണ്ണുകളെ സാർത്ഥകമാക്കുന്ന ഒരാളാണ് ഞാനും. നമ്മുടെ ദാദി ജാനകി, ഇന്നത്തെ ബ്രഹ്മകുമാരീസിൻ്റെ വേൾഡ് ഹെഡ്, ലോകത്ത് 147 രാഷ്ട്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ബ്രഹ്മകുമാരീസിൻ്റെ 10,000 വരുന്നതായിരിക്കുന്ന എന്നെപ്പോലുള്ളതായിരിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ സാരഥ്യം വഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ളതായിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡാണ്. ദാദി കോളേജ് ഡിഗ്രി കൊണ്ടൊന്നുമല്ല തൻ്റെ ജീവിതം നയിക്കുന്നത്, പക്ഷേ വിസ്ഡം, വിവേകം, അതിൻ്റെ ശക്തി കൊണ്ട് ദ മോസ്റ്റ് സ്റ്റേബിൾ മൈൻഡ് ഇൻ ദ വേൾഡ് എന്ന് ലോകം അറിയപ്പെട്ട ആളാണ് ദാദി ജാനകി. ലോകത്തിലെ ഡിഗ്രി കൊണ്ടായിരുന്നില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ ഫാദറായിരുന്ന ബ്രഹ്മ ബാബ ഈ ലോകത്തിൻ്റെ മുന്നിൽ ആരാധ്യനായി മാറിയത് വിവേകം തൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റിയതുകൊണ്ടാണ്. ആധ്യാത്മിക തലത്തിൽ നോക്കിയാലും എനിക്ക് പലപ്പോഴും വണ്ടറായി തോന്നാറുണ്ട്, ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ എത്രമാത്രം പഠിച്ച് ആ അവസ്ഥയിലെത്തുന്നു. പക്ഷേ 10ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള പ്രകാശ്മണി ദാദി, ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡായിരുന്ന ദാദി, ഞങ്ങളൊക്കെ അനുഭവത്തിൽ പറയും, സ്നേഹത്തിൻ്റെ ഒരു അവതാരം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതാണ് ദാദി എന്ന് പറയും. ആ ദാദിയെ ഡോക്ടറേറ്റ് കൊടുത്തുകൊണ്ട് ലോകം ആദരിച്ചു. ഡോക്ടറേറ്റിന് വേണ്ടി ദാദി ഒന്നും ചെയ്തില്ല. ഡോക്ടറേറ്റ് കൊടുത്തുകൊണ്ട് ജാനകി ദാദിയെ ആദരിച്ചു. ദാദി ഡോക്ടറേറ്റിന് വേണ്ടി പഠിച്ചില്ല, തൻ്റെ ഇൻ്റലിജൻസിന് ആ ലെവലിൽ ഉപയോഗിച്ചില്ല. ഡോക്ടർ ഹൃദയമോഹിനി ദാദി, എത്ര ദാദിമാരുടെ ലിസ്റ്റ് ഞാൻ കാണുന്നു. അവരുടെ വാർദ്ധക്യത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഉന്മേഷവും ഉത്സാഹവും ഊർജവും പകർന്നു നൽകുന്നു. ഡോക്ടറേറ്റ് അവരെ തേടി വന്നു, അവർ ഡോക്ടറേറ്റിന് വേണ്ടി പിന്നാലെ പോയില്ല, പക്ഷേ അവരവരുടെ വിവേകം തൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയായി, അറിവായി ഉപയോഗിച്ചവരാണ്. അതുകൊണ്ട് ബുദ്ധി നമുക്ക് ആവശ്യമില്ലെന്നല്ല, പക്ഷേ ബുദ്ധിയിൽ വിവേകപൂർണമായി പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ ജീവിതം എന്നും സുഖദായിയാണ്. ബുദ്ധി മാത്രമാണെങ്കിൽ ഇമോഷണലി വീക്കായി പോവും, നമ്മുടെ തീരുമാനങ്ങൾ തെറ്റായി വന്നേക്കും, ജീവിതം തെറ്റായ തീരുമാനങ്ങളുടെ പ്രതിഫലനമായി ദുഃഖം അനുഭവിക്കാനിടയാവും. അതുകൊണ്ട് തൻ്റെ ഇമോഷൻസിന് മേലെ, വൈകാരിക ഭാവങ്ങൾക്ക് മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ വിവേകം പ്രവർത്തിച്ചേ തീരൂ, വിവേകശാലിയായേ തീരൂ. അതിന് നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളിൽ ശക്തി നിറയ്ക്കണം. അതിനുള്ളതായിരിക്കുന്ന നമ്പർ 1 മെത്തേഡാണ് മെഡിറ്റേഷൻ. കഴിയുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോകൂ. നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാം. അവിടെയുള്ള സഹോദരിമാരും സഹോദരന്മാരും ഈശ്വരൻ്റെ നിമിത്തമായിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വലിയ ജ്ഞാനത്തെ പകർന്നു തരും. ജീവിതത്തെ ശ്രേഷ്ഠമാക്കാനായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിനെ ശക്തിശാലിയാക്കുക, ജ്ഞാനത്തെ വിവേകത്തിലേക്ക് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ആ സിദ്ധി സ്വന്തമാക്കുക, ജീവിതത്തെ സുഖദായിയാക്കി മാറ്റുക. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അത്തരത്തിൽ വിവേകം നിറഞ്ഞ സുഖകരമായ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഇന്നും പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ,
ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.